ഭാരതത്തിൽ ബി.ജെ.പി കൊണ്ടുവന്ന വികസനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഏതൊരു പൗരനെ ഭാരതം എന്റെ നാടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പ്രേരിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. വികസനവും സാധാരണക്കാർക്ക് നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും തെറ്റായ വഴികളിലൂടെ, അതായത് കള്ള വാർത്ത കൊടുത്തും സഭയിൽ കിടന്ന് ബഹളം വെച്ചിട്ടും ഒന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് ശരിയായ കാര്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്ത് കൂടി ബി.ജെ.പി മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന്, ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനവുമായ മഹാരാഷ്ട്രയിൽ ബി.ജെ.പി മുഖ്യമന്ത്രിയായി ഡി ഫഡ്നാവിസ് ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ ഇന്ത്യ സഖ്യത്തിനെതിരെ ഒറ്റയ്ക്ക് അടുത്തുള്ള ഭൂരിപക്ഷം തന്നെ ബി.ജെ.പി നേടിയിരുന്നു. മത്സരിച്ച 103 സീറ്റുകളിൽ 16 സീറ്റ് മാത്രമേ കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാനാ പട്ടേലെ മത്സരിച്ച സക്കോലി മണ്ഡലത്തിൽ വെറും 208 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ 3 മണ്ഡലങ്ങളിൽ ഒന്നാണ് സക്കോലി. അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടേലെ രാജിവെക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു സഖ്യകക്ഷി മാത്രം മതിയായിട്ടും ബി.ജെ.പി ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ എൻ.സി.പിക്കും മന്ത്രിസഭയിൽ വൻ പ്രാതിനിധ്യം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് കേന്ദ്രത്തിലും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരണഭൂരിപക്ഷം കിട്ടിയപ്പോഴും ഘടകകക്ഷികളെ കൂട്ടിയായിരുന്നു സർക്കാർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഘടകകക്ഷികൾക്ക് മതിയായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. പാലം കടന്നാൽ കൂരായണ എന്നും അധികാര തർക്കവും ചവിട്ടി താഴ്ത്തലും ചതിയും നരേന്ദ്രമോദി ഒരിക്കലും ഘടകകക്ഷികളോട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി മുഖ്യമന്ത്രിയായി ഡി ഫഡ്നാവിസ് എത്തുമ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 3 ബിഗ് ടിക്കറ്റ് പോർട്ട്ഫോളിയോകൾ ഉൾപ്പെടെ 12 മഹാരാഷ്ട്ര ക്യാബിനറ്റ് ബർത്ത് ബി.ജെ.പി നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മഹായുതി സഖ്യത്തിലെ മൂന്നാം കക്ഷിയായ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ളത് എൻ.സി.പിക്ക് മന്ത്രിസഭയിൽ 9 സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. മന്ത്രിസഭയിലെ പകുതി മന്ത്രിമാരും ബി.ജെ.പിക്കാർ തന്നെയായിരിക്കും. മുഖ്യമന്ത്രി അടക്കം പരമാവധി 43 മന്ത്രിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. യു.പി കഴിഞ്ഞാലുള്ള ഈ വലിയ സംസ്ഥാന ഭരണത്തിനായി അവർ ഉണ്ടാകും.